ഇൻഫോ പാർക്ക് മൂന്നാം ഘട്ടത്തിന്റെ ഭാഗമായി ഉയരുന്നത് AI നിയന്ത്രിത ടൗൺഷിപ്പ്. മൂന്നാം ഘട്ടത്തിനായി GCDAയുടെ നേതൃത്വത്തിൽ 300 ഏക്കർ സ്ഥലം ലാൻഡ് പൂളിംഗിലൂടെ കണ്ടെത്തും. ഇതിനായി ഇൻഫോ പാർക്കും GCDAയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ ഈ മാസം 29-ന് ധാരണാപത്രത്തിൽ ഒപ്പുവയ്ക്കും. ഇൻഫോ പാർക്ക് മൂന്നാം ഘട്ടം നടപ്പാക്കുന്നതിന് സംസ്ഥാന IT വകുപ്പിന്റെ അനുമതി ലഭിച്ചതോടെ അതിവേഗം പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ ഒരുങ്ങുകയാണ് സർക്കാർ. AI സാങ്കേതിക വിദ്യയിലൂടെ നിയന്ത്രിക്കുന്ന ടൗൺഷിപ്പാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. 20 മില്യൺ ചതുരശ്ര അടി IT സ്പേസോടെയുള്ള ടൗൺഷിപ്പിൽ വസതികൾ, വിദ്യാഭ്യാസ, ആരോഗ്യ, വാണിജ്യ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഉണ്ടാകും. കായിക വിനോദ സൗകര്യങ്ങളും സജ്ജമാക്കും. മാലിന്യ സംസ്കരണത്തിനും അത്യാധുനിക സൗകര്യങ്ങൾ ഒരുക്കും. ഇൻഫോ പാർക്ക് മൂന്നാം ഘട്ടം പൂർത്തിയാകുന്നതോടെ 2 ലക്ഷത്തോളം പേർക്ക് തൊഴിലവസരം ഉണ്ടാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നതെന്ന് ഇൻഫോ പാർക്ക് CEO സുശാന്ത് കുറുന്തിൽ പറഞ്ഞു. ഇനി ഈ ഒരു പുതിയൊരു ഇൻഫ്രാസ്ട്രക്ചർ, പ്രത്യേകിച്ച് ഫേസ് 3 എന്ന് പറയുന്നത് നമ്മൾ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ അർബനൈസേഷൻ പ്രോജക്റ്റാണ്. അപ്പോൾ അത്രയും വലിയൊരു പ്രോജക്റ്റ് അത് ഇതുപോലെയല്ല, അതൊരു ഇൻ്റഗ്രേറ്റഡ് ടൗൺഷിപ്പായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതും ഒരു AI സിറ്റി. പക്ഷേ എന്തായാലും ആദ്യത്തെ AI സിറ്റി ആയിട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ വിശ്വാസം. അപ്പോൾ അങ്ങനെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ വരുമ്പം കമ്പനികൾ ഡെഫിനറ്റ്ലി വരും. ഇൻഫോ പാർക്ക് നാലാം ഘട്ടത്തിന്റെ ഭൂമി ഏറ്റെടുക്കലിനായുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും 3-4 ഘട്ടം യാഥാർത്ഥ്യമാകുന്നതോടെ ലോകം ഉറ്റുനോക്കുന്ന IT ഹബ്ബായി കൊച്ചി മാറുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. മൂന്നാം ഘട്ടത്തിനായി GCDAയുടെ നേതൃത്വത്തിൽ 300 ഏക്കർ സ്ഥലം ലാൻഡ് പൂളിംഗിലൂടെ കണ്ടെത്തും. ഇതിനായി ഇൻഫോ പാർക്കും GCDAയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ ഈ മാസം 29-ന് ധാരണാപത്രത്തിൽ ഒപ്പുവയ്ക്കും. കുന്നത്തുനാട്, കിഴക്കമ്പലം വില്ലേജുകളിലായാണ് പദ്ധതി പ്രദേശം. സ്ഥലം കണ്ടെത്തുന്നതും ഭൂമിയുടെ വികസനവും ഉൾപ്പെടെ GCDA നിർവഹിക്കും. ഇതിനുള്ള ഫണ്ട് ഇൻഫോ പാർക്ക് നൽകും. ഇൻഫോ പാർക്കിനാണ് പദ്ധതിയുടെ ഉടമസ്ഥാവകാശം. IT കമ്പനികളെ ആകർഷിക്കുന്നതുൾപ്പെടെ ഇൻഫോ പാർക്കിന്റെ ചുമതലയാണ്. കൈരളി ന്യൂസ്, കൊച്ചി.